തായ്വാനെ ചൈന ആക്രമിച്ചു കഴിഞ്ഞാൽ ആ ചൈനയെ നേരിടാൻ ഞങ്ങളുണ്ടാകും എന്ന് അമേരിക്കയുടെ ജോ ബൈഡൻ സർക്കാരാണ് തായ്വാന് വാക്കുകൊടുത്തിരുന്നത്. എന്നാൽ ഡൊണാൾഡ് ട്രംപ് വന്നതിന് ശേഷം ഇക്കാര്യത്തിൽ ട്രംപിന്റെ നിലപാട് എന്താണ് എന്ന് ട്രംപ് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടുമില്ല. എന്നാൽ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ദക്ഷിണ ചൈന കടലിൽ ചൈനയുടെ അപ്രമാദിത്വം അവസാനിപ്പിക്കാൻ അമേരിക്ക നേരിട്ട് രംഗത്തിറങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതേ സംബന്ധിച്ച് നേരത്തെ ന്യൂസ് ഇന്ത്യ മലയാളം ഒരു വാർത്ത കൊടുത്തിരുന്നു. അതായത് അമേരിക്കൻ പടക്കപ്പലുകൾ ദക്ഷിണ ചൈന കടലിലേക്ക് എത്തുകയാണ്. ഈ അമേരിക്കൻ പടക്കപ്പലുകൾ ദക്ഷിണ ചൈന കടലിലേക്ക് എത്തുമ്പോൾ ദക്ഷിണ ചൈന കടൽ അതിനെ തടയാനായി അവിടെ ഒരു സൈനിക വിന്യാസം നടത്തുന്നു. ഫിലിപ്പൈൻസിൽ അമേരിക്ക വമ്പൻ മിസൈൽ വിന്യാസം നടത്തുകയാണ്. എല്ലാം ചൈനയുടെ ഈ ദക്ഷിണ ചൈന കടലിലെ ആധിപത്യം അവസാനിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒന്നാണ്. എന്നാൽ ഇപ്പോൾ പെന്റഗൺ സൂചിപ്പിക്കുന്നത് ചൈനയും അമേരിക്കയും തമ്മിൽ ഉടനെ തന്നെ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകും എന്നുള്ളതാണ്. എന്നാൽ ചൈനയെ ഞെട്ടിച്ചുകൊണ്ട് അമേരിക്ക ഒരു വമ്പൻ സന്നാഹം തങ്ങളുടെ പണിപ്പുരയിൽ ഒരുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ. ആ സംഭവം എന്താണ് എന്നല്ലേ? അതായത് US നേവൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കോൺഫറൻസിൽ ക്യാപ്റ്റൻ ക്യാമ്പൽ ആണ് ഇതിനെക്കുറിച്ച് ഒരു സൂചന നൽകിയത്. അദ്ദേഹം ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദക്ഷിണ ചൈന കടലിൽ അമേരിക്കയുടെ സംഘം അല്ലെങ്കിൽ അമേരിക്കൻ നേവി എത്താതെ തന്നെ ചൈനയെ തളയ്ക്കാനുള്ളൊരു നീക്കമാണ് ഇപ്പോൾ അമേരിക്ക നടത്തുന്നത്. റെപ്ലിക്കേറ്റർ ഇനീഷ്യേറ്റീവ് അഥവാ റെപ്ലിക്കേറ്റർ സംരംഭം എന്ന് നമുക്കിതിനെ വിളിക്കാം. ഈ റെപ്ലിക്കേറ്റർ ഇനീഷ്യേറ്റീവ് 2025ഓടെ അഡായ് എന്ന് പറയുന്ന ഒരു സംവിധാനം സൈനികർക്ക് എത്തിക്കാൻ കഴിയുന്ന സംരംഭമാണ്. അഡായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ഡൊമൈൻ ആക്ടിറ്റബിൾ ഓട്ടോണോമസ് എന്നാണ് ഈ അഡായ് എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഇത് റെപ്ലിക്കേറ്റർ സംരംഭം വഴിയാണ് ഈ അഡായ് സൈനികരിലേക്ക് എത്തിക്കുന്നത്. ഇനി ഈ അഡായ് ADAII ഇത് എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഈ അഡായ് എന്ന് പറഞ്ഞാൽ വില കുറഞ്ഞ പുനരുപയോഗിക്കാവുന്ന ഡിസ്പോസ് ചെയ്യാൻ കഴിയുന്ന ആയുധങ്ങളുടെ ഒരു ഡിസൈനാണ് ഈ അഡായ് എന്ന് പറയുന്നത്. ഇത് റെപ്ലിക്കേറ്റർ സംരംഭം വഴിയാണ് സൈനികരിലേക്ക് എത്തിക്കാനായി സാധിക്കുന്നത്. അങ്ങനെ റെപ്ലിക്കേറ്ററിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ആകാശ മാർഗമുള്ള യുദ്ധമാണ്. അതായത് സർഫസ് സബ് സർഫസ് ഡ്രോണുകളും ലോയിറ്ററിംഗ് യുദ്ധവിമാനങ്ങളും ബന്ധിപ്പിച്ച് ചൈനയെ തടയാനുള്ള നീക്കമാണ്. സെക്കൻഡ് ഫേസ് എന്ന് പറഞ്ഞാൽ കടലിൽ കൂടെയും കടലിനടിയിൽ കൂടെയുമുള്ള നീക്കമാണ്. മാരിടൈം എയർ ഡൊമൈനുകളിലെ സംവിധാനങ്ങൾ, എനിമി ഡ്രോൺസിനെ പ്രതിരോധിക്കാനുള്ള സിസ്റ്റം, പല പല സിസ്റ്റം സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന രീതി, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. അതായത് ഞാൻ ഒന്നുകൂടെ പറയാം, ഈ റെപ്ലിക്കേറ്റർ ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത് അതുവഴിയാണ് അഡായ് എന്ന് പറയുന്ന സംവിധാനം സൈനികരിലേക്ക് എത്തിക്കുന്നത്. ഈ അഡായ് എന്ന് പറഞ്ഞ സംവിധാനം എന്ന് പറഞ്ഞാൽ പുനരുപയോഗിക്കാവുന്ന ഡിസ്പോസിബിൾ ആയിട്ടുള്ള മനുഷ്യൻ വേണ്ടാത്ത, അതായത് അതിൽ ഹ്യൂമൻസിൻ്റെ ആവശ്യമില്ല, ഹ്യൂമൻസ് വേണ്ടാത്ത ആയുധങ്ങളാണ്. അത് ഡ്രോണുകളുണ്ട്, സബ്മറൈൻസ് ഉണ്ട്. സബ്മറൈൻസ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ വേണ്ടാത്ത ഡ്രോൺ സബ്മറൈൻസ് ആണ് ഉള്ളത് എന്നുള്ളതാണ്. അങ്ങനെ ഡ്രോൺ സബ്മറൈൻസ് ഉണ്ട്. അങ്ങനെ പല കാര്യങ്ങളും അതിനകത്ത് ഉൾപ്പെടും. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജിലാണ് ഈ സർഫസ് സബ് സർഫസ് വരുന്ന ഫസ്റ്റ് സ്റ്റേജ്, അതായത് ഡ്രോണുകളും മറ്റും ആകാശമാർഗമുള്ള യുദ്ധം. അത് കഴിഞ്ഞ് കടലിനടിയിൽ കൂടെയുള്ള യുദ്ധം, അങ്ങനെയുള്ള രണ്ടാമത്തെ സ്റ്റേജ്. ഇത് AI റോബോട്ടിക്സ് ഉപയോഗിച്ച് ആയിരക്കണക്കിന് അഡായ് സിസ്റ്റങ്ങൾ നിർമ്മിക്കാനും ഫീൽഡ് ചെയ്യാനും റെപ്ലിക്കേറ്റർ ഇനീഷ്യേറ്റീവ് ലക്ഷ്യമിടുന്നുണ്ട് എന്നാണ് അമേരിക്കൻ സൈനിക സംവിധാനം ഇപ്പോൾ പറയുന്നത്. $1 ബില്യൺ ഇതിനായി അമേരിക്ക ഇപ്പോൾ തന്നെ ചിലവഴിച്ച് കഴിഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇനി ചൈന തായ്വാനിൽ അധിനിവേശം നടത്തിയാൽ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം. ചൈന തായ്വാനിൽ അധിനിവേശം നടത്തിയാൽ ചൈനീസ് പീപ്പിൾ ലിബറേഷൻ ആർമിക്ക് ഒരു ഫോർമിഡബിൾ ഡ്രോൺ ഫോഴ്സിനെയാണ് നേരിടേണ്ടി വരുന്നത്. അതായത് അമേരിക്കൻ സൈന്യത്തിനെയല്ല, മറിച്ച് അമേരിക്കയുടെ ഒരു ഫോർമിഡബിൾ ഡ്രോൺ ഫോഴ്സിനെ, അത് ആകാശമാർഗമുള്ള ഡ്രോൺ ഫോഴ്സും കടലിനടിയിൽ കൂടെയുള്ള സബ്മറൈൻ ഡ്രോൺ ഫോഴ്സിനെയുമാണ് ചൈനീസ് ലിബറേഷൻ ആർമിക്ക് നേരിടേണ്ടി വരിക. ചൈന വിറയ്ക്കും എന്നാണ് അമേരിക്കയുടെ അവകാശവാദം. US ഇൻഡോ പസഫിക് കമാൻഡിന്റെ മുൻ കമാൻഡറായിട്ടുള്ള അഡ്മിറൽ സാമുവൻ പപ്പറോ ഇക്കാര്യം ഇങ്ങനെ പറയുന്നുണ്ട്. ചൈനയുടെ അധിനിവേശ കപ്പൽ 100 മൈൽ ജലപാതയിലൂടെ നീങ്ങിയാൽ US സൈന്യം ആയിരക്കണക്കിന് ആളില്ലാ മുങ്ങിക്കപ്പലുകൾ, എയർ ഡ്രോണുകൾ എന്നിവ അവരെ നേരിടാനായി സജ്ജീകരിക്കും.
അത് പണി തുടങ്ങും എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇൻഡോ പസഫിക് മേഖലയിൽ PLA നേവി ആസ്വദിക്കുന്ന മികവിനെ നിർവീര്യമാക്കാൻ അണ്ടർ വാട്ടർ ഡ്രോണുകൾ ഉൾപ്പെടെ ഈ റെപ്ലിക്കേറ്റർ ഇനിഷ്യേറ്റീവ് വഴി വികസിപ്പിക്കുന്നുണ്ട് അമേരിക്ക. അങ്ങനെയാണെങ്കിൽ അത് ചൈനീസ് അന്തർവാഹിനികൾക്ക് കടുത്ത ഭീഷണിയായി മാറും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ചൈനയെ നേരിടാനായി അമേരിക്ക തങ്ങളുടെ പണിപ്പുരയിൽ ഉണ്ടാക്കുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് തായ്വാനിൽ ചൈന അധിനിവേശം നടത്തിയാൽ വലിയ രീതിയിൽ അമേരിക്ക പ്രയോഗിക്കും. 2025 ഓഗസ്റ്റോടെയാണ് ഇതിൻ്റെ ഒരു ഭാഗം പൂർത്തിയാകുക എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.